+1 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് പഠിക്കണോ അതോ ഓണം എക്സാമിന് പഠിക്കണോ? ഇപ്പോൾ +2-ലെത്തിയ വിദ്യാർത്ഥികളെല്ലാം നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ്. അത് ക്ലിയർ ചെയ്യാനാണ് വന്നിട്ടുള്ളത്. വെൽക്കം ടു എജ്യൂപോഡ് കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്. ഇറ്റ്സ് മീ നാഫി. ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ +1-ൽ ഏതൊക്കെ വിഷയങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. രണ്ടാമതായിട്ട് നിങ്ങൾ ഓണം എക്സാമിന് പഠിച്ചു തുടങ്ങിയോ എന്നും, മൂന്നാമതായിട്ട് നിങ്ങൾ സ്കൂളിൽ ഇപ്പോൾ ഓരോ വിഷയത്തിലും ഏത് ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഓഗസ്റ്റ് 13-നാണ് നമുക്ക് എന്ത് സ്റ്റാർട്ട് ചെയ്യുക? ഓണം എക്സാം സ്റ്റാർട്ട് ചെയ്യുക. ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ എന്താണ് വന്നിട്ടില്ല, ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടില്ല. എന്നാലും മോസ്റ്റ് പ്രോബബ്ലി സെപ്റ്റംബർ ഒക്ടോബർ സമയങ്ങളിലായിരിക്കും എന്ത് നടക്കുക? ഇംപ്രൂവ്മെൻറ്റ് എക്സാം നടക്കുക. ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയം, ഞാൻ ഇതിന് ഏതിന് പഠിക്കണം? എൻ്റെ പേഴ്സണൽ സജഷൻ നിങ്ങൾ എന്തിന് പഠിക്കണം എന്നാണ്. കൂടുതൽ സമയം നിങ്ങളുടെ 70% ടൈമും നിങ്ങൾ എന്തിനായിട്ട് മാറ്റിവെക്കണം? ഓണം എക്സാമിനായിട്ട് മാറ്റിവെക്കണം. ശ്രദ്ധിക്കണേ, നിങ്ങളുടെ 70% സമയവും നിങ്ങൾ എന്ത് പഠിക്കാനായിട്ട് മാറ്റിവെക്കണം? ഓണം എക്സാം പഠിക്കാനായിട്ട് മാറ്റിവെക്കണം. ആൻഡ് ബിക്കോസ് അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഓണം എക്സാമിന് നിങ്ങൾക്ക് +2-ൽ ആകെ പഠിക്കാനുള്ളതിൻ്റെ 30% ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് +2-ൽ ആകെ പഠിക്കാനുള്ളതിൻ്റെ 30% ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എവിടെ പഠിക്കാനുണ്ട്? നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അല്ലേ? +2-ൽ പഠിക്കാനുള്ളതിൻ്റെ 30% ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എവിടെ പഠിക്കാനുണ്ട്? ഓണം എക്സാമിന് പഠിക്കാനുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണേ, +2-ൽ പഠിക്കാനുള്ളതിൻ്റെ 30% ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എവിടെ പഠിക്കാനുണ്ട്? ഓണം എക്സാം പഠിക്കാനുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ 30% ചാപ്റ്റർ പഠിക്കാതെ വെറും ഇമ്പ്രൂവ്മെൻറ്റിന് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഈ 30% ചാപ്റ്റർ നിങ്ങൾക്ക് ബാക്ക്ലോഗ് വരും. എന്ന് വെച്ചാൽ അത്രയും നിങ്ങൾക്ക് ബാക്കിയാവും. എന്നിട്ട് അതിനുശേഷം നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് പഠിക്കാനിരിക്കുമ്പോൾ ഈ ഒരു 30% ഒരു ഭാരം നിങ്ങളുടെ മേളിൽ ഇമ്പോസ് ചെയ്യപ്പെടും. അപ്പോൾ ഇത്രയും ചാപ്റ്റർ നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ പഠിക്കാതെ എല്ലാം ക്രിസ്മസ് എക്സാമിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇപ്പം നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റിന് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ +2-ലെ മാർക്കും ഓട്ടോമാറ്റിക്കായിട്ട് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എൻ്റെ ഒരു പേഴ്സണൽ സജഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഡെയിലി 3 മണിക്കൂർ സമയം നിങ്ങൾ ഉണ്ടാക്കണം കേട്ടോ. സമയം നിങ്ങൾ ഇല്ലയെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എക്സ്ക്യൂസാണ്. പഠിക്കാനുള്ള സമയം നിങ്ങൾ രാവിലെയും രാത്രിയുമായിട്ട് നിങ്ങൾ ഉണ്ടാക്കുക. ബാക്കി ഡീവിയേഷൻസ് ബാക്കി പരിപാടിയൊക്കെ മാറ്റി വെക്കുക. കാരണം നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് വിചാരിച്ച മാർക്ക് +1-ൽ നേടിയെടുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതേണ്ടി വന്നത്. അപ്പോൾ മക്കളെ, നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി മടിയൊക്കെ മാറ്റി വെച്ച്, ചടപ്പൊക്കെ മാറ്റി വെച്ച്, നിങ്ങളെ പഠനത്തിൽ നിന്ന് പിൻവലിക്കുന്ന ആരാണെങ്കിലും അവരെയും മാറ്റി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഫോക്കസ് ഓൺ യുവർ സ്റ്റഡീസ്. ഡെയിലി 3 മണിക്കൂർ നിങ്ങൾ എന്തിനു വേണ്ടി പഠിക്കണം? ഓണം എക്സാമിന് വേണ്ടി പഠിക്കാൻ തയ്യാറാവണം. 1 മണിക്കൂർ നിങ്ങൾ എന്തിനു വേണ്ടി പഠിക്കാനാവണം? ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം കേട്ടോ. ഏതുവരെ? നിങ്ങളുടെ ഓണം എക്സാം അവസാനിക്കുന്നവരെ. ശ്രദ്ധിക്കണേ, ഓണം എക്സാം അവസാനിക്കുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യുക? ഡെയിലി 3 മണിക്കൂർ ഓണം എക്സാം പോർഷൻസ് തീർക്കാനും 1 മണിക്കൂർ നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം പോർഷൻസ് തീർക്കാനും വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? മാറ്റി വെക്കുക. ആൻഡ് അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, കാരണം നിങ്ങൾ ഓണം എക്സാമിന് ഇപ്പം പഠിച്ചിട്ടില്ലെങ്കിൽ, ഓണം എക്സാമിന് ഇപ്പം നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഈ 30% ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് അവിടെ എന്ത് വരും? ബാക്ക്ലോഗ് വരും. അത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു എക്സ്ട്രാ വെയിറ്റ് പോലെ ക്രിസ്മസ് എക്സാമിനും മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും കൊണ്ടുനടക്കണം. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ച് സമയം ഓണം എക്സാമിനും കുറച്ച് സമയം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനും മാറ്റി വെച്ചിട്ട് ഡെയിലി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ബെസ്റ്റ് റിസൾട്ട് നേടാൻ പറ്റും. അപ്പോൾ ഓണം എക്സാം നിങ്ങൾ എന്ത് ചെയ്യണം? ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ലെങ്കിൽ +2-ലെ ടോട്ടൽ മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓണം എക്സാമിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതേപോലെ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും സെറ്റാക്കിയിട്ട് അതിനും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇവനെ 3-1 എന്നുള്ള എന്ത് ചെയ്യും? നിങ്ങൾക്ക് 2.5 മണിക്കൂർ ഓണം എക്സാമിനും 1.5 മണിക്കൂർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് മാറ്റി വെക്കുക. എന്നിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം അടുക്കുന്ന സമയത്ത് വേണം ശരിക്കും നിങ്ങൾ എന്ത് ചെയ്യാൻ? ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട്. ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് നോട്ടിഫിക്കേഷനൊക്കെ വന്നതിന് ശേഷം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം അടുക്കുന്ന സമയത്ത് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? കൂടുതലായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടി ഫോക്കസ് ചെയ്യാൻ. അപ്പോൾ മക്കളെ, ഈ ഒരു പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്യുക. ഓണം എക്സാമിന് ഒരിക്കലും പഠിക്കാതിരിക്കരുത്. ഓണം എക്സാമിന് നിങ്ങൾ പഠിക്കാതിരുന്നാൽ നിങ്ങളുടെ +2-ൻ്റെ ഓരോ സബ്ജക്റ്റിലെയും 30% ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് അവിടെ പെൻഡിങ്ങിന് വരും. ആ പെൻഡിങ് നിങ്ങൾക്ക് ക്രിസ്മസ് മോഡൽ പബ്ലിക് ഈ എക്സാമിലേക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാക്കും. സോ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമും +2-ഉം ഒരുമിച്ച് കൊണ്ടുപോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് ഡെയിലി 3 അല്ലെങ്കിൽ 2.5 മണിക്കൂർ, ഓണം എക്സാമിന് വേണ്ടിയിട്ട് ഡെയിലി 3 അല്ലെങ്കിൽ 2.5 മണിക്കൂർ മാറ്റി വെക്കുക. ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടിയിട്ട് 1 അല്ലെങ്കിൽ 1.5 മണിക്കൂർ മാറ്റി വെക്കുക. പഠിക്കുക. സമയമില്ല നിങ്ങൾ പറയരുത്. സമയമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എക്സ്ക്യൂസാണ്. നിങ്ങളുടെ സമയം നിങ്ങളുടെ കയ്യിലാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? രാവിലെ നേരത്തെ എണീക്കാം, വൈകിട്ട് വേഗം വീട്ടിലെത്തിയിട്ട് പഠിക്കാം. ഈ സമയത്ത് കുറച്ച് കാലത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് വേണ്ടി പഠിച്ചു തുടങ്ങുക. കഴിഞ്ഞ കൊല്ലം നിങ്ങൾക്ക് വേണ്ടി പ്രോപ്പറായിട്ട് പഠിക്കാത്ത കാരണം, കഴിഞ്ഞ കൊല്ലം നിങ്ങൾക്ക് വേണ്ടി ശ്രമിക്കാത്ത കാരണമല്ലേ മക്കളെ +1 മാർക്ക് കുറഞ്ഞത്. ആ മിസ്റ്റേക്ക് നിങ്ങൾ +2 റിപ്പീറ്റ് ചെയ്യരുത്. സമയം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. നിങ്ങൾ എഫേർട്ട് ഇടാൻ തയ്യാറാവും, ഉഷാറാൻ തയ്യാറാവും. ആൻഡ് അതിൻ്റെ സൊല്യൂഷനായിട്ട് നിങ്ങൾക്ക് ഈ ഓണം എക്സാമും അതേപോലെ +2 മൊത്തവും അതിൻ്റെ കൂടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം അല്ലേ, അതായത് +2 പബ്ലിക് എക്സാം വരെയുള്ള ക്ലാസ്സും +1 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എജ്യൂപോഡിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യട്ടോ. അതാണ് സൊല്യൂഷൻ.
യൂട്യൂബിലൊക്കെ ക്ലാസ്സുകൾ വളരെ കുറവായിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, യൂട്യൂബിലൊക്കെ ക്ലാസ്സുകൾ വളരെ വളരെ കുറവായിരിക്കും. എഡ്യൂപോയിൻ്റെ ബാച്ചിലാണ് നിങ്ങൾക്ക് എന്തുണ്ടാവുക, നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടാവുക. അപ്പോൾ യൂട്യൂബിലെ ക്ലാസ് മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. യൂട്യൂബിലൊക്കെ ക്ലാസ് വളരെ കുറവാണ്. എഡ്യൂപോയിൻ്റെ ബാച്ചിലാണ് നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവുന്നുള്ള റിയാലിറ്റി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓണം എക്സാമും അതിൻ്റെ കൂടെ തന്നെയുള്ള ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം, ഇനി ഓണം എക്സാമിന് ശേഷം പബ്ലിക് എക്സാമിലുള്ള ഫുൾ ക്ലാസ്സുകളും കിട്ടാനായിട്ട് എഡ്യൂപോയിൻ്റെ ബാച്ച് ഉണ്ട്. ഈ എഡ്യൂപോയിൻ്റെ ബാച്ച് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ് ഫ്രീ ആയിട്ട് കിട്ടും. ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടില്ല. നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ് കിട്ടണമെങ്കിൽ നിങ്ങൾ എഡ്യൂപോയിൻ്റെ +2 സൂപ്പർ ബാച്ചിൽ എന്ത് ചെയ്യാൻ തയ്യാറാവുക, ജോയിൻ ചെയ്യാൻ തയ്യാറാവട്ടോ. അപ്പോൾ ഈ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് നേടാൻ സാധിക്കും. ഓക്കെ മക്കളെ, മാക്സിമം ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. സമയമില്ല എന്ന് മാത്രം നിങ്ങൾ പറയരുത്. അപ്പോൾ എഡ്യൂപോയിൻ്റെ ബാച്ചിൽ എങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റുക, കമൻറ്റ് ബോക്സ് നമ്മളൊരു ഫോം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫോം ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ knaffi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് എന്ത് ചെയ്തു ഒന്ന് മെസ്സേജ് അയച്ചിട്ടോ. നിങ്ങൾക്ക് ഓണം എക്സാമും ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമും അടിപൊളിയായിട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ട്, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ knaffi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. ഞാൻ പറഞ്ഞു തരാം എങ്ങനെ സെറ്റ് ആക്കണം കേട്ടോ. സോ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് അതിനുള്ള ബെസ്റ്റ് സൊല്യൂഷൻ. അടിപൊളിയായിട്ട് പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.